ഉയർന്ന പർവ്വതങ്ങൾക്കും ഇടതൂർന്ന വനങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ മാസ്റ്റർ ഹീറോ എന്ന ഒരു സെൻ അധ്യാപകൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ദൂരവ്യാപകമായി പ്രസിദ്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ കേൾക്കാൻ വിദൂരദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടേക്ക് യാത്ര ചെയ്തെത്തി. അറിവ് മാത്രമല്ല, എളിമയുള്ള പെരുമാറ്റവും അഗാധമായ ഉൾക്കാഴ്ചയും കൊണ്ട് ഗ്രാമവാസികൾ അദ്ദേഹത്തെ ആദരിച്ചു. ഒരു ദിവസം കെൻഡ എന്ന ചെറുപ്പക്കാരൻ മാസ്റ്റർ ഹീറോയെ കാണാൻ വന്നു. കെൻഡ ഒരു അസ്വസ്ഥനായ ആത്മാവായിരുന്നു. അദ്ദേഹം അഭിലാഷത്താൽ നയിക്കപ്പെടുകയും മഹത്വം കൈവരിക്കാൻ ആകാംക്ഷയുള്ളവനുമായിരുന്നു. ബിസിനസ്, കല, സ്പോർട്സ് എന്നിങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹം തൻ്റെ കൈകൾ പരീക്ഷിച്ചു. പക്ഷേ ഒന്നും അവൻ ആഗ്രഹിച്ച വിജയം കൊണ്ടുവരുന്നതായി തോന്നിയില്ല. പരാജയപ്പെട്ട ഓരോ ശ്രമത്തിലും കെൻഡ കൂടുതൽ നിരാശനായി. മാസ്റ്റർ ഹീറോ, അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മാർഗനിർദ്ദേശം തേടാനാണ് വന്നത്. ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു, ലക്ഷ്യങ്ങൾ വയ്ക്കുന്നു, പക്ഷെ ഒന്നും എനിക്ക് നേടാൻ കഴിയുന്നില്ല. വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? പഴയ സെൻ മാസ്റ്റർ ശ്രദ്ധയോടെ കേട്ടു. കെൻഡ സംസാരിക്കുമ്പോൾ അദ്ദേഹം തലയാട്ടി. എന്നിട്ട് തൻ്റെ കുടിലിന് പുറത്തുള്ള ഒരു മുളങ്കാടിലേക്ക് ആംഗ്യം കാണിച്ചു. എൻ്റെ കൂടെ നടക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരു ഇടുങ്ങിയ വഴിയിലൂടെ യാത്രയായി. അവർ നടക്കുമ്പോൾ മാസ്റ്റർ ഹീറോ പാതയോരത്ത് വളർന്നു നിൽക്കുന്ന മുളങ്കാടുകളിലേക്ക് വിരൽ ചൂണ്ടി. ഈ മുളച്ചെടികൾ നോക്കൂ കെൻഡ, അവ നിവർന്നും ഉയരത്തിലും വളരുന്നു, ആകാശത്തേക്ക് എത്തുന്നു. പക്ഷെ അവയ്ക്ക് ഇത്രയും ഉയരത്തിൽ വളയാൻ എത്ര സമയം എടുക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? കെൻഡ തലയാട്ടി. എനിക്കറിയില്ല മാസ്റ്റർ, എത്ര നേരം? 5 വർഷം, മാസ്റ്റർ ഹീറോ മറുപടി പറഞ്ഞു. ആദ്യത്തെ 4 വർഷങ്ങളിൽ മുള കഷ്ടിച്ച് മണ്ണിലൂടെ ഒടിഞ്ഞു പോകും. ഏതാനും ഇഞ്ച് മാത്രമേ വളരുകയുള്ളൂ. എന്നാൽ 5-ാം വർഷം അത് മുള പൊട്ടുന്നു. ആഴ്ചകൾക്കുള്ളിൽ നിരവധി അടി വളരുന്നു. ആ ആദ്യത്തെ 4 വർഷങ്ങളിൽ മുളയാണ് അതിൻ്റെ വേരുകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശക്തമായ അടിത്തറ സൃഷ്ടിക്കുന്നു. കെൻഡ നെറ്റിച്ചൊലിച്ചു. ഈ കഥയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇത് വിജയവുമായി എന്താണ് ബന്ധം മാസ്റ്റർ ഹീറോ? മാസ്റ്റർ ഹീറോ സൗമ്യമായി പുഞ്ചിരിച്ചു. നിങ്ങൾ മുളയെ പോലെയാണ് കെൻഡ. നിങ്ങൾക്ക് ഇപ്പോൾ ഫലം വേണം, പക്ഷേ ലക്ഷ്യസ്ഥാനം പോലെ തന്നെ പ്രധാനമാണ് യാത്രയും. യാത്ര പ്രധാനമാണെന്ന് നിങ്ങൾ മറക്കുന്നു. ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ വളർച്ചയുടെ സൗന്ദര്യവും വഴിയിലെ പാഠങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകും. അവർ നടത്തം തുടരുമ്പോൾ കെൻഡ ഇത് പരിഗണിച്ചു. പാത അവരെ ഒരു ചെറിയ അരുവിയിലേക്ക് നയിച്ചു. അവിടെ മാസ്റ്റർ ഹീറോ കൈ കഴുകാൻ മുട്ടുകുത്തി. ഈ അരുവി ക്രമാനുഗതമായി ഒഴുകുന്നു, ഒരിക്കലും കുതിക്കില്ല. എല്ലാം ഇപ്പോഴും മന്ദഗതിയിലാകുന്നു. കാലക്രമേണ അത് ഭൂപ്രകൃതിയിലൂടെ തന്നെ അതിൻ്റെ പാത കൊത്തിയെടുക്കുന്നു. അത് എവിടെ അവസാനിക്കുമെന്ന് ആശങ്കപ്പെടുന്നില്ല. അത് അങ്ങനെ തന്നെ ഒഴുകുന്നു. കെൻഡ അരുവി വീക്ഷിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. താൻ ഒരു ലക്ഷ്യത്തിൽ നിന്ന് അടുത്ത ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എപ്പോഴും പെട്ടെന്നുള്ള ഫലങ്ങൾക്കായി യാത്രയെ അഭിനന്ദിക്കാനോ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനോ അദ്ദേഹം ഒരിക്കലും സമയം കണ്ടെത്തിയിരുന്നില്ല. മാസ്റ്റർ ഹീറോ നിന്നുകൊണ്ട് കെൻഡയുടെ തോളിൽ കൈവച്ചു. നിങ്ങൾ യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ചെറിയ നിമിഷങ്ങൾ, പാഠങ്ങൾ, വളർച്ച എന്നിവയിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു. വിജയം നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ ഉപോൽപ്പന്നമായി മാറുന്നു. ഒരേയൊരു ലക്ഷ്യമല്ല, അരുവി സമുദ്രത്തിലെത്താൻ ലക്ഷ്യമിടുന്നില്ല, അത് ഒഴുകുന്നു. അതാണ് അതിൻ്റെ സ്വഭാവം. കെൻഡ തലയാട്ടി. തൻ്റെ കാഴ്ചപ്പാട് മാറ്റേണ്ടതുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഫലങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിന് പകരം അവൻ തൻ്റെ വളർച്ചയിലും പഠനത്തിലും യാത്രയുടെ ഭംഗിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തുടർന്നുള്ള മാസങ്ങളിൽ കെൻഡ മാസ്റ്റർ ഹീറോയുടെ കുടിലിലേക്ക് ഇടയ്ക്കിടെ മടങ്ങിയെത്തി. ഓരോ തവണയും അവൻ്റെ പുരോഗതിയെക്കുറിച്ച് വ്യത്യസ്തമായ കഥകൾ പറഞ്ഞു. മുളയെപ്പോലെ മന്ദഗതിയിലുള്ളതും എന്നാൽ സ്ഥിരതയുള്ളതുമായ വളർച്ചയെ അഭിനന്ദിക്കാൻ അദ്ദേഹം പഠിച്ചു. അവൻ ക്ഷമ അഭ്യസിച്ചു. തൻ്റെ യാത്ര അതിൻ്റെ വേഗതയിൽ വികസിക്കാൻ അനുവദിച്ചു. വർഷങ്ങൾക്കു ശേഷം കെൻഡ വിനയത്തിനും വിവേകത്തിനും പേരുകേട്ട ഒരു വിജയകരമായ സംരംഭകനായി. ആളുകൾ ഉപദേശത്തിനായി അവൻ്റെ അടുക്കൽ വന്നു. അവൻ എപ്പോഴും മാസ്റ്റർ ഹീറോ
മുള, അരുവി എന്നിവയുടെ കഥ പങ്കുവച്ചു. ലക്ഷ്യസ്ഥാനത്തെത്തുകയല്ല, യാത്രയെ ഉൾക്കൊള്ളുകയും ഓരോ ചുവടുവെപ്പിൽ നിന്ന് പഠിക്കുകയും ആ പ്രക്രിയയിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് വിജയമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാസ്റ്റർ ഹിരോയുടെ പഠിപ്പിക്കലുകൾ കെൻഡയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഫലങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ തനിക്ക് എന്തും നേടാൻ കഴിയുമെന്ന് കാണിക്കുന്നു. അങ്ങനെ സെൻ ജ്ഞാനം പ്രചരിച്ചു. മറ്റു പലരെയും അവരുടെ സ്വന്തം പാത കണ്ടെത്താനും അവരുടെ വേരുകൾ വളർത്താനും യാത്രയെ ആലിംഗനം ചെയ്തുകൊണ്ട് മഹത്വം കൈവരിക്കാനും പ്രചോദിപ്പിച്ചു. If you love to watch this video, you can like, share and subscribe.